ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഒരു കുട്ടി ബോക്സ് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ നമ്മളെ ചെറിയ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കുക, ഒരു സ്ക്വയർ ടൈപ്പിൽ. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് 8 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. വേറെ 2 ഫോം ബോർഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ള ഫോം ബോർഡിൻ്റെ മുകളിൽ മറ്റേത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. യൂസ് ചെയ്തിട്ടുള്ള ഗമ്മ് ഫ്ലക്സ് ക്യൂക്കാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വൃത്തികേടാവില്ലേ കാണാൻ, പക്ഷെ അങ്ങനെയല്ല. നമ്മളിതിന് കവർ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു വൃത്തികേട് ഒഴിവായി കിട്ടുന്നതാണ്. ബോക്സ് നമ്മൾ ചെയ്താണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതൊന്ന് 2 സൈഡും കൂടി നന്നായിട്ട് ഒന്നൊട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ബാക്കിയുള്ള സൈഡൊന്ന് അളന്നെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഫോം ബോർഡിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം വേണം നമുക്ക് കിട്ടാനായിട്ട്. അത് നമ്മൾ അളന്ന് തന്നെ എടുക്കുക. 2 സൈഡും അളന്നെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരൊറ്റ ഒരു കട്ടിങ്ങിൽ തന്നെ അത് കട്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റിയത്. പിന്നെയും വരഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഒരു എലികരണ്ടി പോലെ ഇരിക്കും. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട്, അപ്പോൾ തന്നെ നമ്മൾ അളന്നെടുത്തതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇല്ലാതെ തന്നെ വൃത്തിയിലിരിക്കും. പക്ഷെ നമ്മൾ എന്തായാലും പശ ഒട്ടിച്ച് കൊടുക്കണം. പശ തേച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ എഡ്ജസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. അങ്ങനെ 2 സൈഡും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മുടെ ബോക്സ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല സ്ക്വയർ ടൈപ്പിൽ, ബാക്കിലൊക്കെ കാണാൻ നല്ല ഫിനിഷിങ്ങിനായിട്ട്, എഡ്ജസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി വേറെ ഒരു റാപ്പിംഗ് പേപ്പർ എടുക്കുക, ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ. ഒരു സൈഡിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ തന്നെ മെഷർ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സാധാ ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ടേപ്പ് ആണ് ഇതിന് പറയാൻ തോന്നുന്നു. നല്ല തിന്നായിട്ടുള്ള ഡബിൾ ടേപ്പ് ഉണ്ടല്ലോ, അതാണ്. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വീഡിയോയിൽ കാണുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്നും കൂടി എനിക്കധികം മെനക്കെടാൻ വയ്യ. മറ്റേത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണക്കാനൊക്കെ വെക്കേണ്ട. ഇതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഒരു കട്ടിയുള്ളൊരു എന്തെങ്കിലും ഒരു ഷീറ്റ് എടുക്കുക. ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടറിൻ്റെ ഒരു കട്ടിയുള്ളൊരു സാധനമാണ് ഇത്. ഇത് എന്താ വെച്ചാൽ അടപ്പ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. അതിൻ്റെ ഒരു ടോപ്പ് ഭാഗം അതിന് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അളക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒട്ടിച്ചപ്പോൾ എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ്, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് ലെങ്ത് അളക്കണത്. അങ്ങനെ അളവെടുത്തതിന് ശേഷം 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതുപോലെ വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് നമ്മളൊന്നും കൂടി വെച്ചെടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം സൈഡിൽ നമ്മളൊരു സ്ക്വയർ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഗമ്മ് വെച്ചാൽ എത്രത്തോളം ഒട്ടി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാധാ പോലെ തന്നെ ഡബിൾ ടേപ്പാണ്. ഡബിൾ ടേപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ ആ സ്ക്വയർ ടൈപ്പ് ഉണ്ടല്ലോ, ആ സ്ക്വയർ ടൈപ്പിൻ്റെ മോൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരേപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം ഡബിൾ ടേപ്പ്. എന്താ വെച്ചാൽ നമ്മളതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ടാപ്പാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ആണല്ലോ ഉപയോഗിച്ചത്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനുശേഷം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉള്ളിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഇതും ഒന്ന് കവർ ചെയ്തെടുക്കണം.
സെയിം ഷീറ്റ് തന്നെയാണ്, റാപ്പിംഗ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അളന്നെടുത്തതിന് ശേഷം 2 ബോക്സസ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോക്സിൻ്റെ സൈഡിൻ്റെ ഒരു ലെങ്ത്തും പിന്നെ കവർ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു 5 ഇഞ്ച് കൂടി അളന്നെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ വരയ്ക്കണത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഒട്ടിക്കുന്ന ഒരു പോർഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ സാധനം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സൈഡ് ഭാഗത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് മാർക്ക് ചെയ്താൽ ഏകദേശം ഒരളവ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്താലും മതി. വരച്ചതിന് ശേഷം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് റാപ്പ് ചെയ്യേ വേണ്ടൂ. പശ വെച്ചിട്ട് റാപ്പ് ചെയ്യാം, ഡബിൾ ടപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യാം. പശ വെച്ചിട്ട് റാപ്പ് ചെയ്യണമായിരിക്കും ഒന്നും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു. അതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോൻ്റെ ആംഗിൾ വളരെ മോശമാണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം ഇങ്ങനെ ചെയ്യാൻ എനിക്ക് നിർവാഹമുള്ളൂ. ഭാവിയിൽ നമ്മൾ റിംഗ് ലൈറ്റും പിന്നെ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ വീഡിയോയിലേക്ക് പിന്നെ പോകാം. എന്താണെന്ന് വെച്ചാൽ വേറൊരു ചെറിയൊരു കഷ്ണം കൂടി വെച്ചിട്ട് ഇത് വീഡിയോയിൽ കാണപ്പോൾ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് അടപ്പാണല്ലോ, അടപ്പ് എന്നാട്ടോ ഞാൻ പറയാം. അടപ്പ് ഇങ്ങനെ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും വൃത്തികേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബോക്സിൻ്റെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാതെ വേറൊരു എഡ്ജ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടൈ ഒക്കെ ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കാവുന്നതാണ്. ഉള്ളിൽ സ്ക്രാപ്പ് ബുക്കൊക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഇതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ബൈ.